ഹലോ. അങ്ങനെ നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആ കെട്ടിടത്തിലേക്കുള്ള കഠിനമായ യാത്രയാണ് ഈ വീഡിയോയിൽ. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് വെളിയിൽ കാണുന്ന ക്യൂ സ്കിപ്പ് ചെയ്യാൻ പറ്റി. സോ ആദ്യം പറയാനുള്ള പോയിന്റും അത് തന്നെയാണ്, ഓൺലൈനിൽ തന്നെ ടിക്കറ്റ് എടുക്കുക. അമ്മമാർ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് തോന്നിപ്പിക്കുന്ന കുറേ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ബുർജ് ഖലീഫയിലേക്ക് കടക്കുന്നത്. 4 പേർക്കും കൂടെ 1076 ദിറംസ് വരുന്ന സിൽവർ ടിക്കറ്റ്സ് ആണ് നമ്മൾ എടുത്തത്. ഇതാണ് ബേസിക് ഫെയർ. ഒപ്പം നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ ഒരു സുവനീറും കിട്ടും. ശരിക്കും നമ്മൾ കയറി തുടങ്ങുമ്പോൾ ഉള്ള കാഴ്ചകൾ ഗംഭീരമാണ്. കാരണം ബുർജ് ഖലീഫയുടെ കൺസ്ട്രക്ഷൻ ഹിസ്റ്ററീസും എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി അങ്ങോട്ട് സംഗതികൾ കഠിനമായി തുടങ്ങും. ഈ ചിരിയൊക്കെ ഇപ്പം മാറും. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഷൂട്ടുകൾ. ബോർഡി മാറ്റാൻ വേറെ മാർഗ്ഗമില്ല. ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ. എ സിയുടെ പ്രോബ്ലം ആണോ അതോ ക്രൗഡ് കൂടിയതാണോ എന്നറിയത്തില്ല. ഈ കാണുന്ന ആൾക്കാരൊക്കെ വീർത്ത് വിളിച്ച് നിൽക്കുക. അങ്ങനെ ഒടുവിൽ നമ്മളൊരു ലിഫ്റ്റ് കയറി. പക്ഷെ അത് കോൺകോഴ്സിലേക്കുള്ളൊരു ലിഫ്റ്റ് മാത്രമായിരുന്നു. മുൻപ് റെസിഡൻഷ്യൽ ആക്സസിലൂടെ വന്നപ്പോൾ ഇതുവഴി കയറിയതായിട്ടാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒടുവിൽ ശരിക്കും മുകളിലേക്ക് പോകാനുള്ള ലിഫ്റ്റിന്റെ മുമ്പിലെത്തി. സന്തോഷമായി. അങ്ങനെ 1.25 മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷം മുകളിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. 36 km/h ആണ് ഈ ലിഫ്റ്റിന്റെ സ്പീഡ്. അതായത് 1 സെക്കൻഡിൽ ബുർജ് ഖലീഫയുടെ 2 ഫ്ലോറുകൾ കടക്കും. യെസ്, അങ്ങനെ 123rd ഫ്ലോറിൽ നമ്മൾ എത്തി. അവിടെ നിന്ന് ഇനിയും ഒരു 2 ഫ്ലോറുടെ മുകളിലേക്ക് കയറി. അവിടെയാണ് നമ്മളുടെ വ്യൂവിൻ്റെ ഒക്കെ ഉള്ളത്. ഈ ചിരി കാണാനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. 4:30 സ്ലോട്ട് നമ്മൾ ബുക്ക് ചെയ്തതാണ്. പക്ഷെ റോഡിലെ ട്രാഫിക്കും ഈ 1.5 ക്യൂവും കഴിഞ്ഞ് മുകളിലെത്തിയപ്പോൾ 7 മണി. അത് മാത്രമല്ല, ഇവിടെ നല്ല തിരക്കും. അങ്ങനെ 125ാം നിലയിൽ നിന്ന് താഴേക്ക് ഓപ്പൺ ബാൽക്കണിയിലേക്ക് മണിക്കൂറുകൾ ക്യൂ നിന്നതിൻ്റെ നല്ല ക്ഷീണവും വേദനയും ഉണ്ട് 2 പേർക്കും. സന്തോഷമായല്ലേ? ഇനി മേല ഈ വ്യൂ കാണുമ്പോൾ ഇത്രയും നേരത്തെ ആ കഷ്ടപ്പാടും വേദനയൊക്കെ അങ്ങ് മറക്കും. അവിടുന്ന് ഇവിടുന്ന് എല്ലാം അങ്ങനെ ഇനി നിൽക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ ഇനിയാണ് ശരിക്കുള്ള പണി വരുന്നത് എൻ്റെ അവറാച്ച. സോ അമ്മമാരെ 2 പേരെയും ലിഫ്റ്റിനടുത്ത് നിർത്തിയിട്ട് നമ്മൾ ക്യൂവിൽ വന്നു. അപ്പൊ ടിക്കറ്റ് സിൽവർ ആയാലും ഗോൾഡ് ആയാലും തിരിച്ച് ക്യൂ നിൽക്കണം. ഇനി അതിലും കൂടിയ ടിക്കറ്റ്സ് ആണെങ്കിൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും, പക്ഷെ ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ യുക്തിപൂർവ്വം ടിക്കറ്റ് എടുക്കുക. ഓക്കെ, ബൈ.